ഹലോ നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ജപ്പാൻ പേര, അതായത് ക്രിംസൺ റെഡ് പേര. അപ്പോൾ ഇതാണ് ആ ക്രിംസൺ റെഡ് എന്ന് പറയുന്ന ജപ്പാൻ പേര. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു റിവ്യൂ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നടാൻ പറ്റിയ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കുറച്ച് നല്ല പേര ഇനങ്ങളുടെ വിവരങ്ങൾ കൂടെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ജപ്പാൻ പേരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിത് ഏകദേശം ഒരു 1.5 കൊല്ലം മുമ്പ് വാങ്ങി വെച്ചതാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് പൂവിട്ട് തുടങ്ങി, ധാരാളം പൂക്കുന്നുണ്ട്. എങ്കിലും പക്ഷേ ഇതിൻ്റെ കായ് ബലം ഈ കാണുന്ന പോലെ ആകെ ഒരു കായാണ് പിടിച്ചിരിക്കുന്നത്. കായ് ബലം തീരെ കുറവാണെന്ന് തന്നെ പറയാം. വളങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കായ്ച്ച ശല്യം ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും താരതമ്യേന നമുക്ക് കായ് ബലം ജപ്പാൻ പേരയിൽ കുറവാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ മധുരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ തെറ്റുകളൊന്നും പറയാനില്ല. അതീവ രുചികരമാണെന്ന് തന്നെ പറയാം. നല്ല വലിപ്പത്തിൽ ഏകദേശം ഒരു 500 ഗ്രാമോളം തൂക്കം വരുന്ന സീഡ്ലെസ് ആയിട്ടുള്ള, അതായത് 1-2 വിത്തുകൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. നല്ല ഫ്ലഷുള്ള ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ കായ് പിടുത്തം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഈ ചെടി 300 രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അന്ന് ഞാനും അച്ഛനും കൂടെ പോയിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഞാൻ ഈ ചെടി എൻ്റെ ഈ വീട്ടിൽ നടാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. അച്ഛൻ അവിടെ നടാൻ വേണ്ടിയിട്ട്, അച്ഛൻ നമ്മുടെ വീട്ടിൽ നടാനായിട്ട് തായ്ലൻഡ് പേര സെലക്ട് ചെയ്തു. തായ്ലാൻഡ് പിങ്ക് അഥവാ തായ് പിങ്ക് എന്ന് അറിയപ്പെടുന്ന പേരയാണിത്. നമ്മുടെ ജപ്പാൻ പേരെ അപേക്ഷിച്ച് ഇത് നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനമാണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. അതിന് ഉൾഭാഗം നല്ല പിങ്കിഷ് നിറമായിരിക്കും. അതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഫ്ലഷാണ്. വിത്തുകളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വെറൈറ്റിയാണ് തായ് പിങ്ക് അഥവാ തായ്ലാൻഡ് പിങ്ക് എന്ന് പറയുന്ന ഈ വെറൈറ്റി. അടുത്തതായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അർക്ക കിരൺ എന്ന് പറയുന്ന ഒരു പേരക്കയുടെ വെറൈറ്റി. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്, സോഫ്റ്റ് ഫ്ലഷാണ്, വിത്തിൻ്റെ എണ്ണം കുറവായിരിക്കും, നല്ല ഫ്ലഷോട് കൂടിയ ഒരു ഇനമാണ്. ഉള്ളിൽ നല്ല പിങ്കിഷ് നിറത്തിലോട് കൂടിയ മാംസമായിരിക്കും. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലായിരിക്കും ഇതിൻ്റെ കാകൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ മറ്റുള്ള വെറൈറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് കീട ശല്യം വളരെ കുറവായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് VNR എന്ന് അറിയപ്പെടുന്ന ഒരു ഇനം. ഇത് ഡ്രമ്മിലും തറയിലും ഒരുപോലെ തന്നെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഇനമാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏകദേശം ഒരു 300 മുതൽ 700 ഗ്രാം വരെ നമുക്കിതിന് തൂക്കം ആവറേജ് കിട്ടാറുണ്ട്. വിത്തിൻ്റെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. ഏകദേശം ഒരു 1.5 കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് കായ്ബലം ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണ് VNR എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അലഹബാദ് സഫേദ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇത് ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. മാർക്കറ്റിലൊക്കെ നല്ല ആവശ്യമുള്ള, നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം കൂടിയാണ് അലഹബാദ് സഫേദ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മധുരമുള്ള പേരയ്ക്കകളിൽ ഒരു ഇനമാണ് അലഹബാദ് സഫേദ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഫ്ലേവറും അതുപോലെ രുചിയും ഈ പേരയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ആരാധകരുണ്ട്. ഒരുപാട് വിദേശ ഇനം പേരയ്ക്കയുടെ തൈകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നന്നായിട്ട് വളരുന്ന, നന്നായിട്ട് കാ പിടിക്കുന്ന ഇനങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഹൈബ്രിഡായിട്ടുള്ള പേരയ്ക്കകൾ ഇപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. അതിൽ നിന്നും എനിക്കറിയാവുന്ന കുറച്ച് വെറൈറ്റീസാണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നിങ്ങളുടെ വീടിന് യോജിക്കുന്ന അനുയോജ്യമായ ഒരു വെറൈറ്റി വാങ്ങി നടുക. പേരയിൽ ധാരാളം പൂ പിടിക്കാനായിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ കൊമ്പ് കോതൽ അഥവാ പ്രൂണിങ് എന്ന് പറയുന്നത്. പേരമരം പ്രൂൺ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് മഴക്കാലത്തിന് തൊട്ട് മുമ്പാണ്. അതായത് ഏപ്രിൽ മെയ് ആ ഒരു സമയത്ത് പ്രൂൺ ചെയ്യുന്നത് വഴി നമുക്ക് പേര നല്ലൊരു ബുഷായിട്ട് നിർത്താനും പറ്റും. അതുപോലെ തന്നെ നല്ല ഗ്രോത്ത്, ഒരുപാട് പുതിയ മുളകൾ വരികയും അതിലൊക്കെ പുതിയ പൂവുകളും കായ്കളും കിട്ടാനും ഇതുവഴി സഹായിക്കും. മഴയ്ക്ക് മുമ്പായിട്ട് വളം ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ കട്ട് ചെയ്ത
ഭാഗത്ത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി സാഫ് എന്ന ഫംഗിസൈഡ് നമുക്ക് വെള്ളത്തിൽ കുഴച്ച് തേച്ച് കൊടുക്കാം. കൊമ്പ് കോതിയതിന് ശേഷം ഫംഗൽ ഇൻഫെക്ഷൻ തടയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ മുറിച്ച ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം. മഴ സമയത്ത് ഇത് സാഫ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുകയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ മഴക്കാലത്ത് വരാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.